Hey all, welcome to my channel. My name is Chirakkal. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഗ്രൂപ്പിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ ആണ്. ഗ്രൂപ്പിനെ കുറിച്ചല്ല, അതിലെ ഒരു പോളിസി നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഒരു ഫാമിലിക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തെല്ലാമാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജനറലായിട്ട് നോക്കാൻ പോകുന്നത് ഒരു 4 അംഗ കുടുംബത്തിന്, അതായത് 35 വയസ്സിന് താഴെയുള്ള ഒരു കുടുംബനാഥനുള്ള 2 കുട്ടികളുള്ളൊരു കുടുംബത്തിന് എത്ര പ്രീമിയം വരും. അപ്പോൾ ഇന്നത്തെ ഒരു റിക്വയർമെൻ്റ് അനുസരിച്ച് മിനിമം ഒരു 5 ലക്ഷമാണ് നമ്മൾ മിഡിൽ ക്ലാസ് ഫാമിലി എടുക്കേണ്ട ഒരു ഇൻഷുറൻസ് തുക. അപ്പോൾ ഇൻഷുറൻസ് ആയിട്ട് 5 ലക്ഷം എടുക്കുമ്പോൾ നമുക്ക് അപ്പോളോ മ്യൂണിക്കിൽ നമുക്ക് പ്രീമിയം ആയിട്ട് വരുന്നത് 16,442 ആണ്. മറ്റ് പല ഇൻഷുറൻസ് കമ്പനികളെ പരിഗണിച്ച് നോക്കുമ്പോൾ ഈ പ്രീമിയം ഇത്തിരി കൂടുതലാണ്. ഒരുപാട് കൂടുതലല്ല, ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഇന്ത്യയിലെ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് അപ്പോളോ മ്യൂണിക്. നമുക്കറിയാം, അപ്പോളോ ഇന്ത്യയിലെ ഒരു ഹോസ്പിറ്റൽ നെറ്റ്വർക്കാണ്. മ്യൂണിക് ഒരു ജർമ്മൻ കമ്പനിയാണ്. അപ്പോൾ അവർ തമ്മിലുള്ള ടൈപ്പിൽ ഉണ്ടായ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് അപ്പോളോ ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ അതിൽ ഇത്രയധികം മുൻപന്തിയിൽ നിൽക്കാൻ കാരണം ഇവരുടെ കസ്റ്റമർ സർവീസും അതുപോലെ തന്നെ ക്ലെയിം സെറ്റിൽമെൻറ്റൊക്കെ വളരെ സോഫ്റ്റാണ്, വളരെ ഫാസ്റ്റാണ്. അധികം കംപ്ലയിൻസ് ഒന്നുമില്ല. വളരെ കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ് അപ്പോളോ മ്യൂണിക്. വളരെ കുറച്ച് പഴയ ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. ഇപ്പോൾ അതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് കമ്പനികൾ ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിൻ്റെ ഗ്രോത്തും പൊട്ടൻഷ്യലും മനസ്സിലാക്കി വന്നിട്ടുണ്ട്. 20% ഗ്രോത്തും 100 കണക്കിന് കോടി ജനങ്ങൾ ഇനിയും ഇൻഷുറൻസ് എടുക്കാനുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇവിടെ ഒരുപാട് പൊട്ടൻഷ്യൽ ആയിരുന്ന ഒരുപാട് കമ്പനികൾ വന്ന് ഈ ഒരു കമ്പനി അപ്പോളോ മ്യൂണിക് പറഞ്ഞ ഒരുപാട് തുടക്കത്തിൽ തന്നെ ഈ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ഒരുപാട് പഴയ ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൽ ഇവരുടെ അപ്പോളോ മ്യൂണിക്കിൻ്റെ ഒരു റീസ്റ്റോർ എന്ന് പറയുന്ന ഒരു പോളിസിയാണ് നമ്മൾ ഇന്ന്, ഒപ്റ്റിമ റീസ്റ്റോർ എന്ന് പറയുന്ന ഒരു പോളിസിയാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഇവരുടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഒരു പോളിസിയാണ് ഒപ്റ്റിമ റീസ്റ്റോർ എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് ഏറ്റവും തുടക്കത്തിലുള്ളത് നമുക്ക് നോക്കേണ്ടത് റൂം അവൈലബിലിറ്റി. ഏത് തരത്തിലുള്ള റൂമും നമുക്ക് ഇതിൽ അവൈൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ റൂം അവൈലബിലിറ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ സ്യൂട്ട് റൂം അവൈലബിൾ ആണോ അല്ലെങ്കിൽ അത്രയും പോകാൻ പറ്റുമോ എന്നുള്ളതിൽ ഇതിൽ വ്യക്തമാക്കുന്നില്ല. പക്ഷേ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള AC റൂം നമുക്ക് ഏത് ഹോസ്പിറ്റലും നമുക്ക് അവൈൽ ചെയ്യാൻ കഴിയും. ഇനി ബോണസ് ഓൺ നോ ക്ലെയിമും, നമ്മൾ ഒരു വർഷം പ്രീമിയം അടച്ച് ആ വർഷം ഒരു തരത്തിലുള്ള ക്ലെയിമും ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബോണസ്, ഇവിടെ ബോണസായിട്ട് വരുന്നത് നമ്മുടെ സം ഇൻഷേർഡ് വർദ്ധിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് 2.5 ലക്ഷം ഓരോ വർഷവും നമുക്ക് ബോണസായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. മാക്സിമം ആഡ് ചെയ്യാൻ പറ്റുന്ന തുക 5 ലക്ഷമാണ്. അപ്പോൾ 2 പ്രാവശ്യമാണ് അത് ആഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ 5 ലക്ഷത്തിൻ്റെ പോളിസി നമ്മൾ 2 വർഷം ക്ലെയിം ഒന്നും ചെയ്തില്ലെങ്കിൽ അതൊരു 10 ലക്ഷത്തിൻ്റെ പോളിസിയായി മാറുന്നു. ഉടനെ നമ്മൾ എന്തെങ്കിലും ക്ലെയിം ചെയ്യുകയാണെങ്കിൽ അത് 2.5 ലക്ഷം വെച്ചിട്ട് കുറയും. പിന്നെ നമ്മൾ ക്ലെയിം ചെയ്തില്ലെങ്കിൽ വീണ്ടും 2 ലക്ഷം വെച്ച് കൂടും. അപ്പോൾ ഈ 2.5 ലാക്ക് വെച്ചിട്ട് ആഡ് ചെയ്യുന്നത് വളരെ നല്ലൊരു എമൗണ്ടാണ്. മറ്റ് പല ഇൻഷുറൻസിനെ കമ്പയർ ചെയ്യുമ്പോഴും ഒരു വർഷത്തിൽ 2.5 ലാക്ക് വെച്ച് ആഡ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികൾ വളരെ അപൂർവമാണ്. റീസ്റ്റോറേഷൻ ഓഫ് കവർ എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും തരത്തിൽ നമ്മുടെ എന്തെങ്കിലും ക്ലെയിം വന്നിട്ട് നമ്മൾ തുക ഉപയോഗിച്ച് തീരുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസ് അനുവദിക്കുന്ന തുകയാണ് റീസ്റ്റോറേഷൻ ഓഫ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ 5 ലക്ഷത്തിൻ്റെ ഒരു പോളിസി നമ്മൾ ഒരു ഹാർട്ട് പേഷ്യൻ്റ് അയാൾ ഹാർട്ട് സർജറിക്ക് 5 ലക്ഷവും ഉപയോഗിച്ച് തീർന്നെങ്കിൽ അയാൾക്ക് വീണ്ടും 5 ലക്ഷം ഉപയോഗിക്കാം, അല്ലെങ്കിൽ ആ കുടുംബത്തിന് വീണ്ടും 5 ലക്ഷം ഉപയോഗിക്കാം. സാധാരണയായിട്ട് 5 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞ ആൾക്ക് അതേ അസുഖത്തിന്, അതായത് അതേ ഹാർട്ടിൻ്റെ ഡിസീസിന് കിട്ടാറില്ല. അയാൾക്ക് വേറെ എന്തെങ്കിലും അസുഖം വരികയോ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ മറ്റാർക്കെങ്കിലും എന്തെങ്കിലും അസുഖം വരികയോ ചെയ്യുമ്പോഴാണ് കിട്ടാറ്. പക്ഷേ ഈ പോളിസിയിൽ ആ ആൾക്ക് തന്നെ ഹാർട്ടിൻ്റെ ഡിസീസ് വന്നാലും നമുക്ക് വീണ്ടും 5 ലക്ഷത്തിൻ്റെ കവറേജ് കിട്ടും. എന്ന് വെച്ചാൽ ബേസിക്കലി ഇതൊരു 10 ലാക്ക് പോളിസി ആണെന്ന് വേണമെങ്കിൽ പറയണം. കാരണം ഇതിൽ നമ്മൾ 5 ലക്ഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 5 ലക്ഷം ഉപയോഗിക്കാൻ കഴിയും.
പക്ഷേ മുഴുവനായിട്ട് 10 ലാക്ക് പോളിസി എന്ന് പറയാൻ പറ്റില്ല. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്യാച്ചുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എല്ലാ ഇൻഷുറൻസ് കമ്പനിയും, മിക്ക ഇൻഷുറൻസ് കമ്പനിയും കൊടുക്കുന്നത് പുതിയ ഒരു അസുഖം അയാൾക്ക് വരുമ്പോഴാണ്. പക്ഷേ അതേ അസുഖത്തിന് കൊടുക്കുക എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ക്യാച്ച് അതിലുണ്ടാവാൻ സാധ്യത തീർച്ചയായിട്ടും കാണും. ഷെയർ ക്ലെയിം പേയ്മെൻറ്റ്, എന്തെങ്കിലും തരത്തിൽ നമ്മളുടെ കയ്യിൽ നിന്ന് ഇൻഷുറൻസ് തുക നമ്മൾ പേ ചെയ്യണം. ഇൻഷുറൻസ് തുക അല്ല, നമ്മൾ ഹോസ്പിറ്റൽ ചിലവ് വന്നു കഴിഞ്ഞാൽ മുഴുവൻ തുക ഇൻഷുറൻസ് കമ്പനി കൊടുക്കുമോ എന്നാണ് ഇവിടെ ചോദ്യം. എന്തെങ്കിലും ഷെയർ ആയിട്ട് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു തരത്തിലും ഒരു ഏജിലും യാതൊരു തരത്തിലുള്ള പേയ്മെൻറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. മുഴുവൻ തുകയും ഇൻഷുറൻസ് കമ്പനി തന്നെ പേ ചെയ്യും. അപ്പോൾ ഇവിടെ സാധാരണയായിട്ട് 60-65 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഈ പോളിസി ഹോൾഡർ എങ്കിൽ 20% ഷെയർ ക്ലെയിം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഇവിടെ യാതൊരു തരത്തിലുള്ള പൈസയും പോളിസി ഹോൾഡർ അല്ലെങ്കിൽ നമ്മുടെ ക്ലെയിം ചെയ്യുമ്പോൾ നമ്മളുടെ പോക്കറ്റിൽ നിന്നൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഹെൽത്ത് ചെക്കപ്പ് ഇവിടെ കിട്ടുന്നത് 2.5K 2.5Kയുടെ ഹെൽത്ത് ചെക്കപ്പ് എവറി 2 ഇയേഴ്സ് ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് 2,500 ആണ് നമുക്ക് ഒരു ഫാമിലിക്ക് കിട്ടുന്നത്. 1.5K ഇൻഡിവിജ്വൽ കേസ് ആണെങ്കിൽ 1.5K ആണ് കിട്ടുന്നത്. 1,500 രൂപ നമുക്ക് കിട്ടും. അത് നല്ലതാണ്. പലപ്പോഴും പോളിസി അവരുടെ ഡെസിഗ്നേറ്റഡ് നെറ്റ്വർക്കിൽ പോയിട്ട് നമുക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനുള്ള അവസരങ്ങളാണ് തരാറ്. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഈ പൈസ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് നമുക്ക് ചെക്ക് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഡെസിഗ്നേറ്റഡ് നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ പലപ്പോഴും ക്വാളിറ്റി ഉള്ള സ്റ്റാഫോ അല്ലെങ്കിൽ ക്വാളിറ്റി ഉള്ള ഇൻസ്ട്രുമെൻസിലോ ആയിരിക്കണം എന്നില്ല നമ്മുടെ ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പോൾ അത് നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ടെസ്റ്റ് നടത്താം. മറ്റേണിറ്റി ബെനിഫിറ്റായിട്ട് പ്രസവ സംബന്ധമായിട്ട് യാതൊരു തരത്തിലുള്ള ക്ലെയിമും കിട്ടുന്നതല്ല. പോളിസിയിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് എന്ന് പറയുന്നത്. അത്തരം അസുഖങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ഹെൽത്ത് ഇൻഷുറൻസിൽ 4 വർഷം കഴിഞ്ഞിട്ടാണ് കവേർഡ് ആവാറ്. ഒപ്റ്റിമ റീസ്റ്റോർ എന്ന അപ്പോളോ മ്യൂണിക്കിൻ്റെ പോളിസിയിൽ 3 വർഷം കഴിഞ്ഞാൽ കവേർഡാണ്. അത് വളരെ നല്ല കാര്യം തന്നെയാണ്. അത്തരം അസുഖങ്ങൾ ഉള്ള ആളുകൾ മാത്രം അതിനെക്കുറിച്ച് ബോധേഡായാൽ മതി, അല്ലെങ്കിൽ അതൊരു നല്ല ഫീച്ചറായിട്ട് കണ്ടാൽ മതി. പിന്നെ ഐ ആൻഡ് ഡെൻ്റൽ യാതൊരു തരത്തിലുള്ള കവറേജും കിട്ടുന്നതല്ല. ബിഫോർ ഹോസ്പിറ്റലൈസേഷൻ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖവുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ആ അസുഖത്തിന് നമ്മൾ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് നടത്തിയ ടെസ്റ്റുകളുടെയും സ്കാനിങ്ങിൻ്റെയും അല്ലെങ്കിൽ മരുന്നുകളുടെയും ബില്ല് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ കഴിയും. 60 ദിവസം മുന്നേ വരെയുള്ള നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ കഴിയും. 30 ദിവസം 60 ദിവസമൊക്കെയാണ് സാധാരണ കാണുന്നത്. ഇവിടെ 60 ദിവസം കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിന് ശേഷവും നമുക്ക് വരുന്ന എല്ലാ ചിലവുകളും, സ്കാനിങ്ങോ ടെസ്റ്റുകളോ മരുന്നുകളൊക്കെ ആയിട്ട് വരുന്ന ചിലവുകളൊക്കെ തന്നെ നമുക്ക് 180 ഡേയ്സ്, അരവർഷം നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ കഴിയും. വളരെ നല്ല ഫീച്ചറാണത്. റിലയൻസ് ഹെൽത്ത് ഇൻഷുറൻസിലുണ്ട് 180 ഡേയ്സ്. അവരിതിൽ 60 ഡേയ്സിന് പകരം 90 ഡേയ്സ് ബിഫോർ ഹോസ്പിറ്റലൈസേഷനുണ്ട്. അപ്പോൾ അപ്പോളോ മ്യൂണിക്ക് ഈ ഒരു പോളിസി വളരെ പഴയ പോളിസിയാണ്. ആ പോളിസിയിൽ പോലും അവർ 180 ഡേയ്സിൻ്റെ ഒരു കവറേജ് ആഫ്റ്റർ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിന് കണ്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെ. എല്ലാ തരത്തിലുള്ള ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സും കവേർഡാണ്. വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു പോളിസി ഉണ്ടായിരുന്നു നമ്മുടെ യൂണിവേഴ്സൽ സംഭവം. അതിൽ ഏറ്റവും ചീപ്പായിട്ട് കിട്ടുന്ന പോളിസിയാണ്. പക്ഷേ അതിൽ ഈ ഡേ കെയർ കാര്യങ്ങൾ 141 ഒക്കെ ഉള്ളൂ. പക്ഷേ ഇവിടെ യാതൊരു തരത്തിലുള്ള ലിമിറ്റും ഇല്ല. പല പോളിസിയിലും 500 ഒക്കെയാണ് ഉണ്ടാവാറ്. പക്ഷേ ഇവിടെ എല്ലാ തരത്തിലുള്ള ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സും കവേർഡാണ്. ഡേ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കീമോതെറാപ്പി, റേഡിയേഷൻ തുടങ്ങിയ 500-ലധികം അത്തരം ചികിത്സാ രീതികളുണ്ട്. അതെല്ലാം തന്നെ ഇതിൽ കവേർഡാണ്. അതിനൊന്നും നമ്മൾ 24 മണിക്കൂർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടേ ക്ലെയിം ചെയ്യാൻ കഴിയൂ എന്നുള്ള നിബന്ധന ഇല്ല. അതൊക്കെ നമുക്ക് ക്ലെയിം ചെയ്യാം. അത് നമുക്ക് അഡ്മിറ്റ് ആയിട്ടും ചെയ്യാം, അഡ്മിറ്റ് ആവാതെയും ചെയ്യാം. ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോം എന്ന് പറയുന്നത് 2 കാരണം കൊണ്ടാണ് ഹോസ്പിറ്റലൈസേഷൻ അറ്റ് ഹോം സംഭവിക്കുക. ഒന്ന്, നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ ബെഡ് അവൈലബിലിറ്റി ഇല്ലാതിരിക്കുക. 2, ഇനി ഈ ഒരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റൽ കിടത്തി ചികിത്സിക്കേണ്ടതില്ല, നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ചികിത്സിക്കാം എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ 2 അവസ്ഥയിലും നമുക്ക് വീട്ടിൽ കൊടുന്ന് ചികിത്സിക്കാം. അതെല്ലാം എത്രയാണോ ഇതിൻ്റെ സം ഇൻഷുർഡ് ആയിട്ടുള്ള എമൗണ്ട്, സം അഷ്യൂർഡ് ആയിട്ടുള്ള എമൗണ്ട് 5 ലക്ഷമാണ്. ആ 5 ലക്ഷം മുഴുവനും വേണമെങ്കിൽ നമുക്ക് വീട്ടിൽ കിടത്തി ചികിത്സിക്കുന്ന സാഹചര്യമാണെങ്കിൽ അവിടുന്ന് ചികിത്സിച്ച്
അത് യൂട്ടിലൈസ് ചെയ്യാം. നല്ലൊരു കാര്യമാണ്. ആൾട്ടർനേറ്റീവ് മെഡിസിന് യാതൊരു തരത്തിലുള്ള ക്ലെയിമും ഇല്ല. ന്യൂ ജനറേഷൻ ഇൻഷുറൻസിലാണ് ഇതിനൊക്കെ ക്ലെയിമുകൾ ഉള്ളത്. പക്ഷേ ഇത് ഒപ്റ്റിമ റീസ്റ്റോർ ഒരു പഴയ പോളിസി ആയ കാരണം ഇതിൽ കവേർഡല്ല. അപ്പോളോ മിനിക്കിന് ഇത് കൂടാതെ തന്നെ 4ഉം 5ഉം തരത്തിലുള്ള പോളിസികൾ വേറെയുമുണ്ട്. നമ്മൾ അപ്പോളോ മിനിക്കിൻ്റെ ഏറ്റവും വൈഡായിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഒരു പോളിസിയാണ് നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ 4105. ഇത്രയും പഴയ ഒരു ഇൻഷുറൻസ് കമ്പനി അല്ലെങ്കിൽ മാർക്കറ്റിൽ ഏറ്റവും പഴയതായിട്ട് വന്ന ഒരു ഇൻഷുറൻസ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കൗണ്ട് കുറവ് തന്നെയാണ്. ഇന്ന് ഇറങ്ങിയ ഇൻഷുറൻസ് കമ്പനിക്ക് പോലും 5000-ലധികം, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇൻഷുറൻസ് കമ്പനിക്ക് പോലും 5000-ലധികം കമ്പനികൾ ഹോസ്പിറ്റൽസ് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇനിയും ഒരു കൂട്ടുമെന്ന് നമുക്ക് കരുതുന്നു. അപ്പോളോ മിനിക്കൊക്കെ വളരെ ഡീസൻ്റായിട്ട് നമുക്ക് ഇപ്പോൾ പ്രളയം നടന്ന സമയത്തൊക്കെ അവർ മെസ്സേജ് അയച്ച് നമുക്ക് എല്ലാവിധ സപ്പോർട്ടും തരുന്ന ഒരു സംഗതിയൊക്കെ അവർ കാണിച്ചിരുന്നു. ഇനി മറ്റ് പല കമ്പനികളും കാണിക്കാറുണ്ടാവും. അപ്പോളോ മിനിക്കിൻ്റെ ഒരു പോളിസി ഹോൾഡറാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടബിളായിട്ട് തോന്നി. അപ്പോളോ മിനിക്ക് കൂടാതെ മറ്റ് പല ഇൻഷുറൻസ് കമ്പനികളും അത്രയും റെസ്പോൺസൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ അപ്പോളോ മിനിക്ക് ഇത്രയും കാര്യങ്ങളിൽ വിട്ടുവീഴ്ചകളില്ലാത്തൊരു കമ്പനിയാണ്. ഈ ഒരു ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ കഴിയുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 2 അഡൽട്ടും 4 ചിൽഡ്രനും ആണ്. അതായത് 6 മെമ്പറിനാണ് മാക്സിമം പോകാൻ കഴിയുക. 4 കുട്ടികൾക്ക് കൂടുതൽ നമുക്ക് പോകാൻ ഈ പോളിസിയിൽ ബുദ്ധിമുട്ടാണ്. ആംബുലൻസ് കവറേജ് ആയിട്ട് ഓരോ ഹോസ്പിറ്റലൈസേഷനും 2000 രൂപ വീതം കിട്ടുന്നു. കുറവാണ്. വേൾഡ് വൈഡ് എമർജൻസി ഒന്നും തന്നെ കിട്ടുന്നില്ല. ഡൊമസ്റ്റിക് ഇവാക്യുവേഷൻ ഒന്നും തന്നെ കിട്ടുന്നില്ല. കുട്ടികളുണ്ടാകാനുള്ള ട്രീറ്റ്മെൻറ്റിലും യാതൊരു തരത്തിലും ഇല്ല. പിന്നെ വെൽനെസ് ഫാക്ടേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഡോക്ടർ ഓൺ കോൾ സർവീസ് ഉണ്ട്. എന്തെങ്കിലും കേസിൽ നമുക്ക് ഡോക്ടർ ഓൺ കോൾ സർവീസ് വേണം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഏതെങ്കിലും വിഷയത്തിൽ നമുക്ക് എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാവുന്നതാണ്. വെൽനെസ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏത് രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം, എക്സസൈസ് ചെയ്യണം എന്ന് നമ്മളെ വിളിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ഒരു സർവീസാണ്. ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എല്ലാ മാസവും നമുക്ക് അതിൻ്റെ നിർദ്ദേശങ്ങൾ ഫോണിൽ ലഭിച്ചുകൊണ്ടിരിക്കും. ഇത്രയൊക്കെയാണ് അപ്പോളോ മിനിക്കിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പോൾ ഈ പോളിസിയെക്കുറിച്ച് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ പോളിസിയെക്കുറിച്ച് ഇനി കൂടുതൽ അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതുകൂടാതെ ഇത്തരം വീഡിയോകൾ തുടർച്ചയായിട്ട് എൻ്റെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അത്തരം ആളുകൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തുക. മറ്റുള്ള ആളുകളുമായി ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞ് ഇന്നത്തെ നമ്മുടെ അപ്പോളോ മിനിക്കിൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മൈ നെയിം ഈസ് ഷമീർ ടി ചിറക്കൽ, സൈനിങ് ഓഫ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ ഓൾ.